ആശുപത്രിയുടെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന്റെ ഒരു ഭാഗം വീണതിന് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മലയാളം മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു വലിയ ദുരന്തത്തിൽ ഇപ്പോഴും നിശബ്ദമാണ്. കാരണം അവിടെ ഭരിക്കുന്നത് CPM അല്ല, BJP ആണ്. മധ്യപ്രദേശിലെ ഇൻഡോറിലുണ്ടായ വിഷജല ദുരന്തത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വിഷമധ്യ ദുരന്തം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാമെങ്കിലും കുടിവെള്ളത്തിലെ വിഷം കാരണം ആളുകൾ മരിച്ചു എന്നത് നമ്മൾ ആദ്യമായിട്ടാവും കേൾക്കുന്നത്, അതും സർക്കാർ വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും മാലിന്യമുക്തമെന്ന് കേന്ദ്ര സർക്കാർ അവാർഡ് നൽകി ആദരിച്ച മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിലാണ് ഈ സംഭവിച്ചതെന്ന് ഗൗരവം കൂട്ടുകയാണ്. നഗരത്തിലെ ഭഗീരഥ്പുര പ്രദേശത്ത് 2025 ഡിസംബർ അവസാനത്തോടെ ഉണ്ടായ വിഷജല ദുരന്തം BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഗുരുതരമായ അശ്രദ്ധയും ഭരണപരാജയവും വെളിപ്പെടുത്തുന്ന ഒരു ദുരന്തമാണ്. സ്വച്ഛ് ഭാരത് എന്ന മുദ്രാവാക്യം തങ്ങളുടെ നേട്ടമായിട്ട് പറയുന്ന BJP നയിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. BJP സർക്കാരിന്റെ പ്രചാരണങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ ശുദ്ധജലം പോലും ഉറപ്പാക്കുവാൻ കഴിയാത്ത ഭരണകൂടം പൊതുജനാരോഗ്യത്തോടുള്ള അവഗണനയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമുക്ക് ഈ ദുരന്തത്തിന്റെ വിശദാംശങ്ങളും അതിലേക്ക് നയിച്ച BJP സർക്കാരിന്റെ പരാജയങ്ങളും ഒന്ന് പരിശോധിക്കാം. ആദ്യം ദുരന്തത്തിന്റെ പശ്ചാത്തലവും ടൈം ലൈനും നോക്കാം. അതിനു മുൻപായിട്ട് സർക്കാരിന്റെ അവഗണനയുടെ തെളിവുകൾ കൂടി നോക്കേണ്ടതുണ്ട്. BJP മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ ഭരണത്തിന് കീഴിലുള്ള മധ്യപ്രദേശില് ഈ ദുരന്തം ഒരു പെട്ടെന്നുള്ള സംഭവമല്ല. ഒരു വർഷത്തിലധികമായിട്ട് താമസക്കാർ പരാതിപ്പെട്ടിരുന്നതാണ്. എന്നിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇത് ജനങ്ങളുടെ ശബ്ദത്തോടുള്ള അവഗണനയാണ് സൂചിപ്പിക്കുന്നത്. 2025 ഡിസംബർ 2-ാം വാരം ഭഗീരഥ്പുരയിലെ ടാപ്പ് വെള്ളത്തിൽ നിറവ്യത്യാസവും ദുർഗന്ധവും റിപ്പോർട്ട് ചെയ്തു. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ BJP നിയന്ത്രണത്തിലുള്ളതാണ്. ഈ പരാതികൾ അധികൃതർ അവഗണിക്കുകയാണ് ചെയ്തത്. ഇത് സർക്കാരിന്റെ ഉദാസീനതയുടെ ആദ്യ സൂചനയാണ്. ഡിസംബർ 25 മുതൽ 28, 2025 വെള്ളത്തിന് കയ്പും ദുർഗന്ധവും അനുഭവപ്പെട്ടു തുടങ്ങി. ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ BJP സർക്കാർ യാതൊരു മുൻകരുതലും സ്വീകരിച്ചില്ല. ജനങ്ങളെ വിഷത്തിലേക്ക് തള്ളിയിട്ടു. 2025 ഡിസംബർ 29 മുതൽ 31 മരണങ്ങൾ ആരംഭിച്ചു. ഔദ്യോഗികമായി 5 മരണങ്ങൾ സ്ഥിരീകരിച്ചുവെങ്കിലും കോൺഗ്രസ് 15 എന്ന്, മേയർ 10 എന്നും ആരോപിക്കുന്നു. സർക്കാർ മരണസംഖ്യ മറച്ചുവെക്കുവാൻ ശ്രമിക്കുന്നത് ദുരന്തത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കുവാനുള്ള തന്ത്രമാണെന്ന ആരോപണം ഉയർന്നു. 1100-ലധികം പേർക്ക് ഗ്യാസ്ട്രോ ഇൻസ്റ്റൈനൽ പ്രശ്നങ്ങൾ ഉണ്ടായി. 1000-ലധികം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിൽ ഒരു കുഞ്ഞിന്റെ മരണം വിഷജലം ഉപയോഗിച്ച് പാല് കലക്കിയതിനാലായിരുന്നു എന്നത് ഏവരുടെയും മനസാക്ഷിയെ ഞെട്ടിക്കേണ്ടതാണ്. എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങളെ പോലെ തന്നെ ഉത്തരേന്ത്യയിലെ ഗോദി മീഡിയയും ഈ സംഭവങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയില്ല. അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TVയുടെ ഇംഗ്ലീഷ് ചാനൽ മാത്രമാണ് വാർത്തയെക്കുറിച്ച് ഒരു ഗൗരവമായ ചർച്ചയെങ്കിലും നയിച്ചത്. എന്നാൽ റിപ്പബ്ലിക്കിന്റെ ഹിന്ദി ചാനൽ മധ്യപ്രദേശ് മന്ത്രി കൈലാഷ് വിജയ് വർഗിയുടെ അഭിമുഖമാണ് സംപ്രേഷണം ചെയ്തത്. 2026 ജനുവരി 1-2 ലാബ് ടെസ്റ്റുകൾ ബാക്ടീരിയൽ മലിനീകരണം സ്ഥിരീകരിച്ചു. എന്നാൽ ദുരന്തം നടന്ന ശേഷം മാത്രമാണ് സർക്കാർ ടാപ്പ് വെള്ളം ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചത് എന്നത് വലിയ വീഴ്ചയായിരുന്നു. വൈകിയ പ്രതികരണം ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുത്തി. ഈ ടൈം ലൈൻ വ്യക്തമാക്കുന്നത് BJP നയിക്കുന്ന മധ്യപ്രദേശ് സർക്കാരിന്റെയും ഇൻഡോർ മുനിസിപ്പൽ ഭരണസമിതിയുടെയും പ്രതിരോധ നടപടികളുടെ അഭാവമാണ്. 2024 ആരംഭിച്ച വാട്ടർ സപ്ലൈ പ്രോജക്ട് പൂർത്തിയാക്കാതിരുന്നത് അഴിമതിയും അശ്രദ്ധയും കാരണമാണ്. അടുത്തതായിട്ട് ഈ ദുരന്തത്തിന്റെ കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും പറയേണ്ടി വരുന്നത് BJP ഭരണത്തിന്റെ സിസ്റ്റമാറ്റിക് പരാജയങ്ങൾ തന്നെയാണ്. ദുരന്തത്തിന്റെ മൂല കാരണം മുനിസിപ്പൽ അധികൃതരുടെ നർമ്മദ നദി വാട്ടർ സപ്ലൈയിലെ മലിനീകരണമാണ്. പൈപ്പ് ലൈൻ ചോർച്ചയും സീവേജ് മിക്സിംഗും കാരണം ഈക്കോളി, സാൽമണല തുടങ്ങിയ ബാക്ടീരിയകൾ വെള്ളത്തിൽ കലർന്നു. ഭഗീരഥ്പുരയിൽ പൈപ്പ് ലൈനു മുകളിൽ ടോയ്ലറ്റ് നിർമ്മിച്ചതുപോലുള്ള അടിസ്ഥാന പിഴവുകളും BJP നിയന്ത്രിത ഭരണസമിതിയുടെ അനാസ്ഥയെ തുറന്നു കാട്ടുന്നതാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ജൽജീവൻ മിഷൻ പോലുള്ള കേന്ദ്ര പദ്ധതികൾ വലിയ പ്രചാരണത്തിന് ഉപയോഗിക്കുമ്പോഴും അതിന്റെ നടത്തിപ്പിൽ വലിയ പാളിച്ചകൾ ഉണ്ടാകുന്നതാണ് ഇൻഡോർ സംഭവം തെളിയിക്കുന്നത്. ഇനി മരണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഔദ്യോഗിക കണക്ക് 5 മാത്രമാണെങ്കിലും യഥാർത്ഥ സംഖ്യ 10 മുതൽ 15 ആണെന്നാണ് വിമർശകർ ആരോപിക്കുന്നത്. BJP സർക്കാർ സംഖ്യകൾ കുറച്ചു കാണിക്കുന്നത് പ്രതിഷ്ഠയെ രക്ഷിക്കാനാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും വയോജനങ്ങളും സ്ത്രീകളുമായിരുന്നു. 2800-ലധികം പേർ രോഗബാധിതരായി. 1000-ലധികം പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. മുഖ്യമന്ത്രി മോഹൻ യാദവ് ദുരന്തത്തെ അടിയന്തരാവസ്ഥ എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും പ്രതികരണം വന്നത് വളരെ വൈകിയായിരുന്നു.
സർക്കാർ നിലവിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണ സമിതി രൂപീകരിച്ചുവെങ്കിലും BJP സർക്കാരിന്റെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടുമോ എന്നത് സംശയമാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത് അങ്ങനെയാണ്. അതിനിടെ വിഷയത്തിലെ സർക്കാരിന്റെ ഉദാസീനത കണ്ട് ഹൈക്കോടതി പ്രശ്നത്തിൽ ഇടപെട്ട് സൗജന്യ ചികിത്സ നിർദ്ദേശിച്ച സാഹചര്യവുമുണ്ടായി. ഇത് സർക്കാരിന്റെ പരാജയത്തിന്റെ ബാഹ്യ സ്ഥിരീകരണം തന്നെയാണ്. അവസാനമായി ഈ വിഷയത്തിൽ ഉയർന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. BJPയുടെ പ്രതിച്ഛായയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം കൃത്യമായിട്ട് പൊളിച്ചെഴുതുന്ന ദുരന്തമാണ് ഇൻഡോറിൽ നമ്മൾ കണ്ടത്. BJPക്കുള്ളിൽ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമാ ഭാരതി ഈ വിഷയത്തിൽ സർക്കാരിന്റെ കൂടുതൽ ഫലപ്രദമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. വികസിത ഭാരത് എന്ന പ്രചാരണത്തിനിടയിൽ ജനങ്ങൾ വിഷജലം കുടിച്ച് മരിക്കുന്നത് BJPയുടെ ഭരണ മോഡലിന്റെ പരാജയമാണെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. ഇനി ഈ സംഭവം കേരളത്തിലാണ് നടക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായിരിക്കും മാധ്യമങ്ങളുടെ നിലപാട്?